നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽപ്പെട്ട കുണ്ടറ നിയമസഭാ മണ്ഡലം വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അതായത് 2021 ഇപ്പോഴത്തെ KPCC പുനർനിർണയത്തിൽ ഏറെ ശ്രദ്ധേയമായ റോൾ വഹിക്കുന്ന PC വിഷ്ണുനാഥ് ജയിച്ച മണ്ഡലമാണ് കുണ്ടറ. കുണ്ടറയിൽ PC വിഷ്ണുനാഥ് തോൽപ്പിച്ചത് CPMന്റെ അന്ന് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടി അമ്മയെയാണ്. വിഷ്ണുനാഥ് ഒരു വേള അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ചെങ്ങന്നൂരിൽ നിന്ന് അതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ കയ്പ് രുചിച്ച ശേഷമാണ് അദ്ദേഹം നേരെ കുണ്ടറയിലേക്ക് വരുന്നത്. കുണ്ടറയിൽ അന്ന് മേഴ്സിക്കുട്ടി അമ്മ മത്സരിക്കുമ്പോൾ ആഴക്കടൽ മത്സ്യബന്ധന വിവാദവുമായി ബന്ധപ്പെട്ട് അവരുടെ മേലുണ്ടായ ആ ഒരു വിവാദം മാത്രമല്ല, കുണ്ടറയിൽ PC വിഷ്ണുനാഥിന് BJP വോട്ട് ലഭിച്ചിരുന്നു. PC വിഷ്ണുനാഥ് നായർ കമ്മ്യൂണിറ്റി അംഗമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നായർ വോട്ടും അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് മേഴ്സിക്കുട്ടി അമ്മയെ തോൽപ്പിച്ച് വിഷ്ണുനാഥ് അത്തവണ, അതായത് 2021 നിയമസഭ അംഗമായത്. അതിനു മുമ്പ് 2016 ഇപ്പോൾ CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MA ബേബി ജയിച്ചതാണ്. MA ബേബി പിന്നീട് VS മന്ത്രിസഭയിൽ അംഗവുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന വിഷ്ണുനാഥ് MLA ആകുന്നതിന് മുമ്പ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അൽഫോൺസ ജോൺ എന്നൊരു കോൺഗ്രസ് നേതാവും അവിടെ നിന്ന് വിജയിച്ചിരുന്നു. കുണ്ടറ മണ്ഡലം ഒരിക്കലും ഒരു മുന്നണിക്കും തുടർച്ചയായി വിജയം സമ്മാനിച്ചിട്ടില്ല. കുണ്ടറ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ കൊല്ലം താലൂക്കിൽപ്പെട്ട കുണ്ടറ, ഇളമ്പല്ലൂർ, കൊറ്റങ്കര, നെടുമ്പന, പേരയം, പെരിനാട്, തൃക്കോവിൽവട്ടം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് ഈ കുണ്ടറ മണ്ഡലം. കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ PC വിഷ്ണുനാഥ് ആണ് ഇപ്പോൾ MLA ആയിരിക്കുന്നത്. 1965 മുതൽ 2021 വരെ കൃത്യമായി ഒരു മുന്നണിക്കും ഇവിടെ നിന്ന് ജയിക്കാനായിട്ടില്ല. ഈ 2026 തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരിക്കും. BJPയും അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ നിർത്താൻ സാധ്യതയുണ്ട്. കേന്ദ്രം BJP മൂന്നാമത് ഭരിക്കുമ്പോഴും കേരളത്തിൽ ഇവിടെ തുടർച്ചയായി 9 വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്നത് കൊണ്ടും ഇത്തവണ കോൺഗ്രസിന് കുണ്ടറ സീറ്റ് നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അവർക്ക് കൂടുതൽ സീറ്റുകൾ നേടണം. എന്നാൽ CPMനെ സംബന്ധിച്ച് മൂന്നാമതൊരു ടേം കൂടെ തങ്ങൾക്ക് ഭരണത്തിലേക്ക് വരണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടും തുടർഭരണത്തിന് സാധ്യത തേടണമെന്നുള്ളത് കൊണ്ടും CPMും ആ മണ്ഡലം തിരികെ പിടിക്കാനായി ശ്രമിക്കുകയാണ്. BJP കൂടുതൽ നിയമസഭാ സീറ്റുകൾ തേടുന്നത് കൊണ്ട് തന്നെ കുണ്ടറയിൽ അവർ വിജയ സാധ്യത ഉറപ്പാക്കുമോ എന്നുള്ളതല്ല, കൂടുതൽ വോട്ട് നേടുക എന്നുള്ളത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ അവർ കേന്ദ്രത്തിൽ നിന്ന് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും അനുഗ്രഹാശംസകളോടെ കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്നത്. ഏറെ എതിർപ്പുകൾ അദ്ദേഹത്തിന് BJPയിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും അദ്ദേഹം തീർച്ചയായിട്ടും അവിടെ കുണ്ടറയിൽ BJPക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ തോൽക്കുമ്പോൾ ചെങ്ങന്നൂര് നിന്ന് തോൽവിയുടെ രുചി അറിഞ്ഞ ശേഷമാണ് വിഷ്ണുനാഥ് വീണ്ടും കുണ്ടറയിൽ മത്സരിക്കാൻ വന്നത്. ഇത്തവണ മിക്കവാറും PC വിഷ്ണുനാഥ് തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയാകുന്നത്. അതുകൊണ്ട് PC വിഷ്ണുനാഥ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ മേഴ്സിക്കുട്ടിയമ്മ ഒരിക്കൽ കൂടി മത്സരിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അങ്ങനെ LDF കുണ്ടറ തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഇതിനു മുമ്പ് MA ബേബി വിജയിച്ചത് ലത്തീൻ സമുദായക്കാരനാണ്. MA ബേബി കൂടാതെ മേഴ്സിക്കുട്ടിയമ്മയും ലത്തീൻ സമുദായക്കാരിയാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഇറക്കുന്നത് അവരുടെ DYFIയുടെ യുവ നേതാവായിട്ടുള്ള ചിന്താ ജെറോമിനെയാണ്. LDF മേഴ്സിക്കുട്ടിയമ്മയെ ഈ പ്രാവശ്യം മത്സരിപ്പിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ CPM ചിന്തോ ജെറോമിനെ ഇറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. PC വിഷ്ണുനാഥ് തന്നെ ആയിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി. കൊല്ലംകാരിയായ ചിന്തോ ജെറോമിനെ സംബന്ധിച്ച് അവർക്ക് കുണ്ടറ വളരെ പരിചയമുള്ള സ്ഥലമാണ്. അവിടുത്തെ ജാതി സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നായർ ലത്തീൻ സമുദായത്തിന് വളരെ സ്വാധീനമുള്ള മണ്ണാണ് ഈ കുണ്ടറ മണ്ഡലം. കുണ്ടറ മണ്ഡലത്തിൽ ചിന്താ ജെറോം മത്സരിക്കുമ്പോൾ ലത്തീൻ സമുദായത്തിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും ചിന്താ ജെറോമിന് ലഭിക്കുക തന്നെ ചെയ്യും. ഇതിനു മുമ്പ് കോൺഗ്രസിൻ്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇപ്പോൾ കാസർഗോഡ് MP ആയിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കുണ്ടറയിൽ മത്സരിച്ചതാണ്. അദ്ദേഹത്തിന് ജയിക്കാൻ ആയിട്ടില്ല.
അപ്പോൾ നാം പറഞ്ഞു വരുന്നത് ചിന്താ ജെറോമിന് ഇത്തരത്തിൽ ലത്തീൻ സമുദായത്തിൻ്റെ ആ വിഭാഗത്തിൻ്റെ ഒരു വോട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ PC വിശ്വനാഥിനെതിരെ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ ചിന്താ ജെറോമിന് കഴിയും. കൊല്ലം ജില്ലയിലെ കുണ്ട്ര നിയോജകമണ്ഡലത്തെക്കുറിച്ച് നാം ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ MA ബേബി 2016 ജയിച്ചതാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോഴത്തെ കാസർഗോഡത്തെ MP അവിടെ മത്സരിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റതാണ്. മേഴ്സിക്കുട്ടിയമ്മ അവിടെ കുണ്ട്രയിൽ നിന്ന് ജയിച്ച ചരിത്രമുണ്ട്. അവർ തോറ്റ ചരിത്രവും ഇപ്പോൾ കഴിഞ്ഞ 2021 തോൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ ചിന്താ ജെറോമും PC വിശ്വനാഥും തമ്മിൽ മത്സരിക്കുമ്പോൾ പല ജാതി സമവാക്യങ്ങൾ മാറി മറിയുകയും ചിന്താ ജെറോമ് ലത്തീൻ സമുദായത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ലത്തീൻ സമുദായത്തിൻ്റെ വോട്ട് ചിന്താ ജെറോമിന് ലഭിക്കുമ്പോൾ കഴിഞ്ഞ തവണ PC വിശ്വനാഥ് ജയിച്ചത് ഈ പറയുന്ന നായർ സമുദായക്കാരനായ വിശ്വനാഥിന് അവിടുന്ന് BJPയുടെ വോട്ട് വളരെ എൻ ബ്ലോക്കായി ലഭിച്ചു എന്നും പറയുന്നുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധനത്തിൻ്റെ വിവാദം മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള വസ്തുത വോട്ടർമാരുടെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ CPMന് വൻ പരാജയമാണ് ഉണ്ടായത്. ആയതുകൊണ്ട് തന്നെയാണ് ഈ 2021 മേഴ്സിക്കുട്ടിയമ്മ ഈ പറയുന്ന രീതിയിൽ പരാജയപ്പെട്ടത്, വിശ്വനാഥ് ജയിക്കുകയും ചെയ്തത്. അപ്പോൾ വിശ്വനാഥ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ തലപ്പത്തേക്ക് അവരുടെ ഏറ്റവും പുതിയ ഭരണസമിതിയിലേക്ക് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ 2026 PC വിശ്വനാഥിന് ശരിക്കും അതായത് ചെങ്ങന്നൂരിൽ നിന്നാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. ചെങ്ങന്നൂര് തോൽവിയുടെ ആ ഒരു കയ്പ് രുചിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നൊരു വാശിയിലാണ്. അപ്പോൾ യുവനേതാവ് ചിന്താ ജെറോമിനെ മത്സരത്തിന് ഇറക്കുമ്പോൾ PC വിശ്വനാഥിന് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാകില്ല. ഇതിനു മുമ്പ് 2021 PC വിശ്വനാഥ് മേഴ്സിക്കുട്ടിയമ്മയോട് മത്സരിക്കുമ്പോൾ ജയിക്കുമോ എന്ന് പോലും കോൺഗ്രസിന് ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. കാരണം മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന നാട് തന്നെയാണ് കുണ്ട്ര. മേഴ്സിക്കുട്ടിയമ്മയെ അതുമാത്രമല്ല CPMന് ഏറ്റവും വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അത് ഇടത് വേരോട്ടമുള്ള മണ്ഡലമാണ് കുണ്ട്ര. എന്നിട്ട് പോലും മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെട്ടത് 2021 സഭയിൽ മേഴ്സിക്കുട്ടിയമ്മ ഉണ്ടായപ്പോൾ ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടുണ്ടായ അവമതിപ്പായിരുന്നു. അപ്പോൾ നാം ഇവിടെ പറഞ്ഞു വെക്കുന്നത് 2026 PC വിശ്വനാഥ് കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ എതിർ സ്ഥാനാർത്ഥിയായി യുവനേതാവ് DYFIയുടെ യുവനേതാവ് CPMന്റെ യുവനേതാവ് ചിന്താ ജെറോം ആയിരിക്കും ഈ പറയുന്ന രീതിയിൽ കുണ്ട്രയിൽ സ്ഥാനാർത്ഥിയാവുക. ഒരു വളരെ മികവാർന്ന വളരെ തീവാർന്ന ഒരു മത്സരം നമുക്ക് കുണ്ട്രയിൽ നിന്ന് പ്രതീക്ഷിക്കാം.